കോക്രോച്ച് ജനതാ പാർട്ടിയാണ് ഇപ്പം തരംഗം. കേരളത്തിലൊക്കെ വലിയ പ്രതീക്ഷയാണ്. കേരളത്തിലെ മാപ്പറുകളൊക്കെ പറയുന്നത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വലിയ സംഭവമാകും. നേപ്പാൾ മാതൃകയിൽ ജൻസികൾ തെരുവിലിറങ്ങും, നരേന്ദ്രമോദി ഇവിടുന്ന് ഒളിച്ചോടേണ്ട അവസ്ഥയുണ്ടാവും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ അരുൺകുമാറൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. അദ്ദേഹത്തിലേക്ക് സ്റ്റേറ്റ്മെന്റ് കേട്ടാൽ തോന്നി ഇപ്പോൾ ഇവിടെ വലിയ വിപ്ലവം ഉണ്ടാകും എന്നുള്ളതാണ്. സത്യത്തിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അവർക്കൊരു പോസിറ്റീവ് വശമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അവർ അഖണ്ഡ ഭാരത സങ്കല്പത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സെറ്ററിക്കൽ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. കാരണം അഭിജിത്ത് ദീപ്കയുടെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ പാകിസ്ഥാനെയും ഇന്ത്യയെയും അതുകൂടാതെ ബംഗ്ലാദേശിനെയൊക്കെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അതിൽ ഏറ്റവും വലിയ റിസൾട്ടാണ് അവരുടെ ഫോളോവേഴ്സ്. ഓരോ ദിനവും ഉദിച്ചുയരുന്ന അല്ലെങ്കിൽ കുതിച്ചുയരുന്ന ഫോളോവേഴ്സ് എവിടെ നിന്നാണ് വരുന്നത് കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ഫോളോവേഴ്സിൽ നല്ലൊരു ശതമാനം, ഏറിയ പങ്കും ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്നാണ്. തുർക്കിയിൽ നിന്നൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷെ എന്നാലും ബംഗ്ലാദേശും പാകിസ്ഥാനെയൊക്കെ ഇന്ത്യയുടെ ഒരു മൂവ്മെന്റിന് വേണ്ടി കൂടെ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി. അപ്പം കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു അഖണ്ഡ ഭാരത സങ്കല്പവുമായി മുന്നോട്ട് പോകുന്ന ഒരു പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് എന്ന് തന്നെ ആദ്യം പറയേണ്ടി വരും.